ഇയാൾക്ക് തന്ന നട്ടപ്രാന്ത ഇടക്കിടക്ക് വിളിക്ക്. 10 മിനിറ്റ് മുമ്പല്ലേ നമ്മൾ വിളിച്ച കാര്യം പറഞ്ഞത്. എടുക്ക, ഇനി വേറെന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. ആ പറയണം അമ്പി സാറേ. സുമിത എവിടെ ഉണ്ടെന്നാ നീ പറഞ്ഞേ? ഹോട്ടലില്. ഓരിതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എടാ ബീരാനെ, നീ എന്റെ വായിരിക്കുന്ന കേക്കരുത് കേട്ടോ. ഇത്ര ബുദ്ധിയില്ലടാ നിനക്കൊക്കെ. അവള് ഹോട്ടലിലുണ്ട് പോലും. സാർ എന്തൊക്കെയാ പറയണ? നമ്മളീ ഹോട്ടലിന്റെ വാതിക്ക് തന്നെ കുത്തിയിരിക്ക. നേരെ എത്രയെന്നറിയോ? എന്നാ പിന്നെ നീ അവിടെ തന്നെ കുത്തിയിരുന്നോ? അവളെ അവിടെ വഴിക്ക് പോയി. എന്താ സാറി പറയണ? ഓരെവിടെ പോവാൻ? നീ എന്നോടാണോടാ ചോദിക്കുന്നത്? പോയി നോക്കണോ അവൾ എവിടാണെന്ന്? പൊന്നപ്പീരാനെ, ഇയാൾ എന്താ ഈ പറയുന്നത്? ഓര് പുറത്തു പോയെങ്കിൽ മുസ്തഫ എന്നെ വിളിച്ച് പറയില്ലേ? അമ്പി സാറ് പറഞ്ഞ നേരാണല്ലോ. ഇവളെപ്പോ പുറത്തുപോയി? ഇതെന്ത് മറിമായോ? എന്തിക്കാ നീ എവിടെ പോയി കിടക്കാൻ എന്താ ബിലാലെ? ഞാൻ അയാളുടെ ബെൻസുകാരന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓരെവിടെയും പോയെങ്കിൽ അറിയാലോ. എന്നിട്ട് ഓനെവിടെ? റൂമിലുണ്ട്. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയില്ല. ഒരു ബെൻസ് കാറിന് മാത്രമല്ല, ഓട്ടോറിക്ഷയിലും പോവും. മനസ്സിലായടാ മണ്ണം മുത്തപ്പ. ഇക്കപ്പ് എന്തിനാ ഉന്നെ തല്ലിയത്? എന്താ തുറക്കാൻ വൈകുന്നത്? ഇനിയിപ്പോ കിടന്ന് ഉറങ്ങിപ്പോയി കാണോ? അങ്ങനെ ഉറങ്ങാൻ വഴിയില്ലല്ലോ. ഞാൻ പോയിട്ട് വരാൻ വൈകുമ്പോ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ ചെയ്യാറ്. നീ പിണങ്ങിട്ട് വാതിൽ തുറക്കാതിരിക്കുന്നതാണോ? ഗിരി, ഗിരി, ഞാനാ. ഗിരി, ഒന്ന് വാതിൽ തുറക്ക്. ശരി, എന്താ ഇങ്ങനെ? നീ ബാത്റൂമിലല്ലോ ആയിരിക്കും. ഇത്ര നേരം ബാത്റൂമില്. ഗിരി, പ്ലീസ്. ഗിരി, ഡോറും തുറക്ക്. ഞാനാ സുമി.
വന്നൊരു ബൈക്ക് എന്നെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. എന്ത് തരം ബൈക്കായിരുന്നു ഇടിച്ചത്? ഓടിച്ചിരുന്ന ആളുടെ പ്രായം കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ ഒന്ന് പറയാമോ? അത് സാർ, അവര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫേസ് ക്ലിയർ ആയിരുന്നില്ല. ബൈക്കിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേരോ? അല്ല, അതെ, 2 പേരായിരുന്നു സാർ. സർ പ്ലീസ്, ഞാൻ ഒട്ടും നല്ല മാനസികാവസ്ഥയിലല്ല ഇപ്പോ. ഈ ആക്സിഡന്റോടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കുഞ്ഞിനെ. ഞാനന്ന് വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾ എനിക്ക് സമയം തരണം. ഇപ്പൊ കൂടുതലൊന്നും ചോദിക്കരുത് പ്ലീസ്. സോറി മാഡം, ഞങ്ങൾ പിന്നെ വന്നോളാം. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. സാറിന്റെ ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ മാം? റിംഗ് ഉണ്ടായിരുന്നോ? ഞാനൊരു 100 തവണ വിളിച്ചു, എടുക്കുന്നില്ല. എടുക്കുന്നില്ലല്ലോ മാം. നമുക്ക് പോലീസിനെ വിളിക്കണോ? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് റൂമും തുറക്കായിരുന്നു പ്ലീസ്. അല്ല മാഡം, അത് പിന്നെ ഒരു കംപ്ലൈന്റ് ആയാ? എന്ത് നോൺസെൻസാ നിങ്ങൾ പറയുന്നേ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ. മുറി തുറക്കാനായിട്ട് ഇപ്പൊ ഞാനല്ലേ ആവശ്യപ്പെടുന്നത്? പ്ലീസ് ആ കീഞ്ഞ് എടുക്കൂ. അയ്യോ, ഗിരി, 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 കണ്ണു തുറക്ക്. ഗിരി, ഗിരി, എഴുന്നേക്ക്. ആംബുലൻസ് വിളിക്കൂ, ഉടനെ വേണം. ഗിരി, ഗിരി, എഴുന്നേക്ക്. ഗിരി, 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 എഴുന്നേക്ക്. ഗിരി, അയ്യോ. പറഞ്ഞോ. ഇക്ക, ഇവിടെ നടന്നതേ നമ്മുടെ കണക്കൂട്ടിയിൽ അപ്പുറത്തുള്ള സംഗതികളാ. നീ കാര്യം പറയടാ പഹയ. ഗിരിധർ നമ്പ്യാരെ കാറ്റ് പോയിന്നാ തോന്നുന്നു. അല്ലാ, എന്താടാ പറ്റിയ? എല്ലാരും കൂടെ ആ തടിയനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പുറപ്പാടാ. ആംബുലൻസ് ഒക്കെ വിളിച്ചു. ശരി ശരി, എന്നാ പിന്നെ എളുപ്പമായല്ല. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വെച്ചോ. താങ്ക് യു. ഇന്ന് എന്തു പറ്റി? ഇത്രയും വലിയ റെസ്റ്റോറന്റിലൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ വാങ്ങിത്തരാൻ. കാക്ക മലന്ന് പറക്കൂട്ടോ. ഏയ്, വെറുതെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ കരുതി. അത് വീടാക്കൂ. ഒന്നാമത് പിള്ളേര് കൂടി നമ്മളെ കൂടെ ഇല്ലാത്ത ഈ സമയത്ത് പുറത്തുപോയി അടിച്ചു പൊളിക്കാൻ നിക്കാത്ത ആളാക്കൂ. എന്താ സംഭവിച്ചെന്ന് തുറന്നു പറ. ഏയ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല സ്നേഹ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗിരി ഇവിടെ അല്ലല്ലോ. അവനും സുമിയും കൂടി കോഴിക്കോട് പോയി അടിച്ചു പൊളിക്കാന്ന് അറിഞ്ഞപ്പോഴേ നമുക്കും അങ്ങനെ ആയ എന്താന്നൊരു ചിന്ത, അത്രേ ഉള്ളൂ. അത് കൊള്ളാം. അപ്പോ അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിട്ടാണോ അക്കു പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ? നീ അതിനെ വാശിയിട്ട് നിൽക്കണ്ട, ഒരു രസം അങ്ങനെ കൂട്ടിയാ മതി. എന്റെ അക്കു, ഗിരിയും സുമിയും ന്യൂലി മാരീഡ് ആണ്. അതുപോലെയാണോ നമ്മള്? എടി, ജീവിതം ആഘോഷിക്കാനേ പ്രായോ സീനിയോറിറ്റി ഒന്നൊരു പ്രശ്നമല്ല, അതിനുള്ള മനസ്സുണ്ടായാ മതി. അക്കു ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അജയ് ആമയില്ലാതെ നമ്മൾ മാത്രം ഇങ്ങനെ ആഘോഷിക്കുമെന്ന് വെച്ചാ അത് ഇത്തിരി സങ്കടമുള്ള കാര്യമാ. ഇവിടെ വന്നാലേ പിള്ളേരെ പഠിത്തം ശരിയാവില്ലെന്ന് പറഞ്ഞ് നീ എല്ലാവരും ബോർഡിങ്ങിലാക്കാൻ പറഞ്ഞേ. പിന്നെ ഇപ്പൊ എന്തൊരു സെന്റിമെന്റ്സ്. അവധി കിട്ടുമ്പോ അവരെയും കൂട്ടി ആഘോഷിക്കാം. എന്താ അതുപോലെ? എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കുന്ന ഫോട്ടോസ് ഇന്ന് തന്നെ സ്റ്റാറ്റസ് ഇടണം. അതൊക്കെ ഗിരി സുമി കാണട്ടെ. അയ്യടാ, കൂട്ടുകാരനും ഭാര്യയും കൂടി ഒന്ന് ആഘോഷിക്കാൻ പോയപ്പോ അക്കുന്റെ അസൂയ ഉണ്ടില്ലേ? ഓ, ദേ നോക്ക്, തല്ലി കൊന്നാലും ചാവില്ല സുമയെ വിളിക്കുന്നത്.
അല്ല സുമി, അല്ല സുമി, നീ എവിടെയാ? എന്താ അവിടെ ഒരു ബഹളം? ഒന്നും പേടിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് കോഴിക്കോട് എത്താനുള്ള സമയം അത്രയും മതി. ഞങ്ങൾ എത്തും, ഞങ്ങൾ ഉണ്ടാവും. എന്താക്കൂ? എന്താ ഉണ്ടായേ? നമ്മുടെ ഗിരിക്ക് വയ്യാണ്ടായി. ഇത്തിരി സീരിയസ് അത്രേ. എന്തായാലും ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്ന അവസ്ഥയായി പോയല്ലോ ചേച്ചി. കിട്ടിയ അവസരം കളഞ്ഞു കുളിക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ. ഇനിയിപ്പൊ അവളെ തൊടാൻ പറ്റുമോ? അതിനിടയിൽ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ അറിഞ്ഞോ? നമ്മുടെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാ. അവള് ശ്രീകണ്ഠേശ്വരത്ത് പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമായത്. ഓ പിന്നെ മൃത്യുഞ്ജയ യോഗ ഇങ്ങനെ ബലവാനായി നിൽക്കുമല്ലേ. വെറുതെ അതും ഇതും പറയാതൊന്ന് പോയിന്റെ അമ്പി. വീരാന്റെ പിടിപ്പ് കേട്, അല്ലാതെ എന്ത് പറയാൻ. എന്തു പറ്റി ദാമോദര? ആരും കഴിച്ചില്ലേ? ഞാനെല്ലാരും വിളിച്ചതാമേ, എന്നിട്ട് പക്ഷെ ആരും വന്നില്ല. അതെന്താ? ഇന്നിവിടെ ആർക്കും വിശപ്പില്ലേ? അറിയില്ല, എല്ലാരും കൂടി അപ്പുറത്തിരുന്ന് എന്തോ കാര്യമായി സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെയും വിളിക്കാൻ ചെന്നപ്പോ പിന്നെ കഴിച്ചോളാന്ന് അനുരാധ മേഡം പറഞ്ഞു. അതെന്താ ഈ രാത്രി അത്താഴം കഴിക്കാതെ ഒരു ചർച്ച? ഏട്ടൻ ആശുപത്രിയിൽ എത്തിയിട്ട് എന്തായെന്നറിയാൻ എന്താ ഒരു വഴി? ഒരു കാര്യം ചെയ്യാം, അവിടെ എന്തായി ഏതായി എന്നൊക്കെ അറിയാൻ നമുക്ക് ആ ബീരാനെ തന്നെ ഏൽപ്പിച്ചാലോ? ഇനി നമ്മളായിട്ട് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ ചേച്ചി? നടന്നതൊക്കെ അങ്ങ് പറയുന്നതല്ലേ നല്ലത്. എന്ത് മണ്ടത്തരാമ്പി പറയുന്നത്? കോഴിക്കോട് നടന്ന കാര്യങ്ങൾ ആര് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു എന്ന് അവര് ചോദിച്ചാ നമ്മൾ എന്ത് മറുപടി പറയും? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. കഷ്ടം. എന്താ എല്ലാരും കൂടി മാറി എന്ന് സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളിങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയായിരുന്നു അമ്മച്ചി. അല്ല അച്ഛമ്മേ. അല്ല, തക്കുടി വിളിക്കാന്ന് പറഞ്ഞിട്ട് ഈ നേരം വരെ വിളിച്ചില്ലല്ലോ. സുമിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവരടിച്ചു വിളിക്കാൻ വേണ്ടി പോയതല്ലേ, അതിനിടെ നമ്മൾ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയാണോ? തിരക്കൊക്കെ കഴിയുമ്പോ അവരിങ്ങോട്ട് വിളിച്ചോളും. അല്ലടാ? ആ ഒരു ആശ്വാസത്തിലാ ഞാൻ നിക്കുന്നേ. അതെ, ഫോൺ അടിക്കുന്നു. തക്കുടുവാണ് അനുരാധ? അല്ലമ്മേ, ഇത് ശ്രീനിഷ. ആ മോനെ ശ്രീ. ആ അമ്മേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങളെല്ലാരും കൂടി ഒന്ന് വീട്ടിലേക്ക് വരണം. എന്തു പറ്റി മോനെ? അതെല്ലാം ഞാൻ വന്നിട്ട് പറയാം. അമ്മ എത്രയും വേഗം എത്തണം. എന്താ? എന്തു പറ്റി? ശ്രീനിമോൻ എന്താ പറഞ്ഞത്? അവൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷേ നമ്മളെല്ലാവരും കൂടി ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഞാനൊന്ന് സുമിതേച്ചിയെ വിളിച്ച് വിവരം പറയട്ടെ.
ഗിരിയേട്ടൻ ആശുപത്രിയിലോ? ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോ സനുവിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞ ഒബ്സർവേഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. നമുക്കേ മിസ്റ്റർ ഗിരിധറിന്റെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്ന് വേണം. മുൻപ് എന്തെങ്കിലും ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടും തരണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുപ്പിച്ചോളാം. അവിടെയുണ്ട്. ഓക്കെ. ഈ മെഡിസിൻസ് എല്ലാം ഇപ്പൊ തന്നെ വാങ്ങണം, അത്യാവശ്യമുള്ളതാ. ശരി, ഓക്കെ. ആരാണ് നോക്കിയത്? ആരാ? സുമിയ. നീ സ്പീക്കറിട്ടെ. സുമി. ആകാശേ, നിങ്ങൾ പുറപ്പെട്ടോ? ജസ്റ്റ് ഇതേ പുറപ്പെട്ടേ ഉള്ളൂ. എന്നാലേ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. പറ, എന്താ സുമി? ഗിരിയുടെ പഴയ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഇവിടെ ഡോക്ടർ ചോദിച്ചു. അതൊക്കെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ടൊന്ന് കളക്ട് ചെയ്യണം. ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എനിക്കിതൊന്നും വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റില്ല. ഗിരി ഇവിടെ ആശുപത്രിയിലായ കാര്യം ആരും വീട്ടിൽ അറിഞ്ഞിട്ടില്ല. അച്ഛമ്മ ഓർത്ത ഞാനിത് പറയാത്തത്. അതെന്തായാലും നന്നായി സുമി. ഒന്ന് സമാധാനമായിട്ട് നമുക്ക് പറയാം. ഗിരിയുടെ ഇതുവരെയുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ഞങ്ങളുടെ റൂമില് അലമാരിയിലുണ്ട്. ആകാശ് എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് അതെല്ലാം എടുത്തിട്ട് വരണം. അതോർത്ത് സുമി ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി അത് എടുത്തോണ്ട് വരാം. ശരി ആകാശ്. സുമി, ഗിരിക്കിപ്പോ എങ്ങനെയുണ്ട്? ICU തന്നെയാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ എന്താ കാര്യം?